സമസ്തയെ വിമർശിക്കുന്നത് പോലെ ആ സമസ്തയുടെ സ്ഥാപനമെന്ന് പറയാവുന്ന ആ സമസ്തയുടെ നേതാക്കൾ ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന മഹത്തായ ദാറുൽ നജാത്ത്, അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ആ ദാറുൽ നജാത്തിനെ മോശപ്പെടുത്താൻ വേണ്ടി എത്ര ആളുകളാണ് ശ്രമിക്കുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്? നമുക്കത് മനസ്സിലാവുന്നില്ല. ദാറുൽ നജാത്തിനെ മോശപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കാവുന്ന ലാഭം എന്താണ് എന്ന് നമുക്കറിയില്ല. ചില വ്യക്തികൾ ഇത്ര ഉറുപ്പിക നിർത്തുന്ന കോടിക്കണക്കിൽ ഉറുപ്പിക ദാറുൽ നജാത്തിൻ്റെ കോടിക്കണക്കിൽ ഉറുപ്പിക എടുത്തുന്നാണ് പറയുന്നത്. ചില വ്യക്തികളെ സംബന്ധിച്ച് ഈ ദുഷ്പ്രചരണം സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതുപോലെയുള്ള കുറേ ആരോപണങ്ങൾ, അതുപോലെ തന്നെ നജാത്തിൽ സംബന്ധിച്ച ആരോപണം, ആ നജാത്ത് നടത്തുന്നതായിരിക്കുന്ന അതിൻ്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ച്, അതിൻ്റെ ഭാരവാഹികളെ സംബന്ധിച്ച ആരോപണം. എന്തിനാണ് ഈ ആരോപണം നടത്തിയിട്ട് ഈ ആരോപണം നടത്തുന്നവർക്ക് എന്ത് കിട്ടാൻ പോകുന്നു? നമുക്കാർക്കത് മനസ്സിലാവുന്നില്ല. പക്ഷേ അവരുടെ ആരോപണങ്ങൾ കൊണ്ട് ഇവിടെ സംഭവിച്ചതെന്താ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നജാത്തിന് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓരോ മാസം ശമ്പളം കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ 1-ാം തീയതി കൊടുക്കേണ്ട ശമ്പളം ചിലപ്പോൾ 20-ാം തീയതിയും 25-ാം തീയതിയും ഒക്കെയാണ് കൊടുക്കുന്നത്. സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമുണ്ട്. ലക്ഷങ്ങൾ കടം വാങ്ങിക്കൊണ്ടാണ് നടത്തുന്നത്. അതൊന്നും നിങ്ങൾ അറിഞ്ഞോളണമെന്നില്ല. അതിനോട് നേരെ തൊട്ടുള്ള ആളുകൾക്കറിയാം. ലക്ഷങ്ങൾ കടം വാങ്ങിക്കൊണ്ടാണ് ഇന്ന് നജാത്ത് നടത്തുന്നത്. ഈ അവസ്ഥയിലേക്ക് വന്നത് ഈ ആരോപണങ്ങളാണ്. നജാത്ത് ഒരിക്കലും അറിയാത്ത, നജാത്തിൻ്റെ ആളുകളും ഒരിക്കലും അറിയാത്ത ദുരാരോപണങ്ങൾ നടത്തി. ആ ദുരാരോപണങ്ങളുടെ ഫലം എന്തായെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അങ്ങനെയാണോ എന്ന് പറയുകയും നജാത്തിൻ്റെ പിരിവിന് വേണ്ടി ചെല്ലുമ്പോൾ ഒരു മനസ്സില്ലായ്മ കാണിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. മാത്രമല്ല, ഈ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ കഴിഞ്ഞ വർഷം 1000 ഉറുപ്പിക ഒരുപാട് മെമ്പർമാർ, കൊല്ലത്തിൽ 1000 ഉറുപ്പിക നൽകുന്ന ഒരുപാട് മെമ്പർമാരുണ്ടാക്കുക എന്നുള്ളത് നമ്മളെ കാരക്കുളം ബാപ്പംസ്ലിയാരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു സമിതി അത് വഴികൾ കാണുകയും പല മഹല്ലുകളിലും അതിൻ്റെ സന്ദേശം എത്തിക്കുകയും ചെയ്തു. എല്ലാവരും സന്തോഷപൂർവ്വം. അങ്ങനെയാകുമ്പോൾ നമ്മൾ 6 പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ നജാത്ത് നടക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എല്ലാ മഹല്ലുകളിൽ നിന്നും ഇങ്ങനെ 1000 ഉറുപ്പിക, ഒരു കൊല്ലത്തിൽ 1000 ഉറുപ്പിക, ആർക്കൊരു പ്രയാസമല്ല. ഒരു സാധുവിന് പോലും എടുക്കാവുന്ന, കൊല്ലത്തിൽ ഒന്നായിട്ട് തരുവും വേണ്ട, വിവിധ ഘട്ടങ്ങൾ തന്നാലും മതി. കൊല്ലത്തിൽ 1000 ഉറുപ്പിക ഇങ്ങനെ എടുക്കുകയാണെന്ന് വെച്ചാൽ എല്ലാ മഹല്ലുകളിൽ നിന്നും ഈ 1000 ഉറുപ്പിക ഉള്ളതായിരിക്കുന്ന ഒരു 10, 50, 100 ആൾ കിട്ടുകയാണെന്ന് വെച്ചാൽ നമ്മളെ ദാറുൽ നജാത്ത് ഇന്നിവിടെ 6 പഞ്ചായത്തുകളിൽ 10-60 ചില്ലാനം മഹല്ലുകൾ, ഉറച്ച നമ്മുടെ മഹല്ലുകൾ, അതിൽ അത് സന്ദർശനം നടത്തി ഇതെന്താ ഒരു പ്രയാസവും കൂടാതെ ദാറുൽ നജാത്ത് അതുകൊണ്ട് തന്നെ നടന്നു പോകും. പക്ഷേ അതൊക്കെ തീരുമാനിച്ച് ഇറങ്ങുമ്പോഴാണ് ഈ കോടികൾ കട്ടു എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കോടികൾ അപഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യമില്ലാതെ കിടക്കുന്നു. ഈ അവസരത്തിൽ അതിന് പെട്ടെന്ന് മറുപടി അറിയാമെന്നുള്ളത് അത് സാധാരണ സമസ്തൻ്റെ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഒരു മാതൃക തന്നെയാണ് ദാറുൽ നജാത്ത് എന്നുള്ളതും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പെട്ടെന്ന് അതില്ല എന്ന് പറയല്ല. അത് മനസ്സിലാക്കാൻ, അത് പഠിക്കാൻ വേണ്ടി ദാറുൽ നജാത്ത് കമ്മിറ്റി ആദ്യം ഒരു വിഭാഗത്തെ നിശ്ചയിച്ചു. സ്കൂൾ നിയമനവും മറ്റു കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി. കാരണം നജാത്തിൻ്റെ പേരിൽ ഈ വിഭാഗം കേസ് കൊടുത്തിരിക്കുന്നു, നജാത്തിൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് പഠിക്കാൻ വേണ്ടി, അതിൽ വല്ല യാഥാർത്ഥ്യം ഉണ്ടോ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കമ്മിറ്റി ഒരു സമിതിയെ നിശ്ചയിച്ചു. അവരതിനെക്കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്, കോടികൾ എന്ന് പറയുന്നത്. അതേ സംബന്ധിച്ച് അവരുമായിട്ട് ബന്ധപ്പെടാൻ കമ്മിറ്റിയെ നിശ്ചയിച്ചു. ഇന്നതിൻ്റെ എല്ലാ അന്വേഷണവും കാര്യങ്ങളും ഗൾഫിൽ പോയി നമ്മുടെ 4 പ്രതിനിധികൾ ഉമർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ 4 ഗൾഫിൽ പോയി അതേക്കുറിച്ച് അന്വേഷിച്ചു. എല്ലാം വെറുതെ ദുരാരോപണങ്ങൾ നടത്തിക്കാണ്, ഒന്നിനും ശരിയില്ല എന്ന് വ്യക്തമായതിന് ശേഷം ഇന്നലെ ചേർന്ന ദാറുൽ നജാത്തിൻ്റെ പ്രവർത്തക സമിതിയിൽ ഇത് ചർച്ച ചെയ്യുകയും ഈ ആരോപണങ്ങളിലൊന്നും യാതൊരു കാമ്പുമില്ല, വെറും ദുരാരോപണമാണ് എന്ന് വ്യക്തമായി അത് തീരുമാനിക്കുകയും ചെയ്ത് അത് ജനങ്ങളിൽ പ്രഖ്യാപനം ചെയ്യാൻ അത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോട് അനുബന്ധിച്ച് പക്ഷേ ഈ ദുരാരോപണം നടത്തുന്ന ആളുകൾക്ക് എന്ത് കിട്ടി? ഈ ദാറുൽ നജാത്തിന് എന്ത് കിട്ടി?
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം കൂടി അങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകളുണ്ട്. ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരതങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് ധാരണജാത്തിൻ്റെ പ്രവർത്തനം വളരെ ഇഖ്ലാസോടുകൂടി ബഹുമാനപ്പെട്ട ഉസ്താദുകൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി ആ സ്ഥാപനത്തിൽ നിന്ന് വേതനം പറ്റുന്ന ആളുകൾ പോലും അതിൻ്റെ ഒപ്പം കൂടിക്കൊണ്ട് ഈ സ്ഥാപനത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ തളർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് നമ്മൾ കാണുന്നത്. വളരെ വേദനയുണ്ട്. ആ വേദന ഇന്നലത്തെ കമ്മിറ്റിയോടുകൂടെ ഇന്ന് നിങ്ങളോട് ആ വേദന പ്രകടിപ്പിക്കുകയാണ്. അത് വെറും ദുരാരോപണമാണ്. അവർ എന്താണ് ഉദ്ദേശിച്ചത്, എന്തിനാണ് അവർ ചെയ്തത്, അത് അവരും അള്ളാഹുവും ആയിക്കൊള്ളട്ടെ. അത്തരം ദുരാരോപണങ്ങൾ വല്ലതും ഇനിയും വരാൻ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ആളുകളുമായിട്ട് ഇത് ഇത്രയും ഗതികെട്ട് നടത്തുന്ന അതിൻ്റെ ഭാരവാഹികളുണ്ടല്ലോ, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അതിൻ്റെ സത്യം, ഏത് വിഷയം വരാണെച്ചാലും നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടാകണം നിങ്ങളൊരു തീരുമാനമെടുക്കുന്നത് എന്നും, അതുപോലെ ദാറുൽജാത്തിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് എങ്ങനെയായിരുന്നോ അത് നടത്തിയിരുന്നത് അതിൽ യാതൊരു വ്യത്യാസവും കൂടാതെയാണ് അതിൻ്റെ പിൽക്കാലക്കാരായിരിക്കുന്ന ആളുകൾ ഇന്ന് വരെ നടത്തിയിട്ടുള്ളത് എന്നും ദുരാരോപണങ്ങൾ അതൊക്കെ നിങ്ങൾ തള്ളിക്കളയണമെന്നും ദാരുൽജാത്തിനുള്ള സഹായം നിങ്ങൾ കൂടുതൽ നൽകിക്കൊണ്ട് ഇന്ന് ഏറ്റവും വിഷമം പിടിച്ച ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ സഹായം കൂടുതൽ നൽകണമെന്നും വിനീതമായി നജാത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. അല്ലാഹു